ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു വിനോദയാത്രയ്ക്ക് എന്തോ കുടുംബമായിട്ട് പോയ സമയത്ത് ആ മലയുടെ മണ്ടയിൽ കയറി നിന്നിട്ട്, ആ മുകളിൽ കയറി നിന്നിട്ട് ആ മകൻ അച്ഛനെ അമ്മയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്, ഞാനിപ്പോ ചാടും. ആ അമ്മ കേണ അപേക്ഷിക്കുന്നുണ്ട്, എന്തോ മാല എന്തോ ഊരി എറിയുന്നുണ്ട്, അവനത് കൊടുക്കുന്നുണ്ട്, വാ മകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആ അമ്മ. അച്ഛൻ ഒടുവിൽ നിവർത്തി കേട്ട് അവനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ അച്ഛന്റെ കൈയും പിടിച്ച് വലിച്ച് അവൻ ആ കൊക്കയിലേക്ക് ചാടി. പിന്നെ എന്തിനാണ് അമ്മ എന്നുള്ള ആ ഒരു രീതിയിൽ അവർ ആ ഒരു സമയത്ത് അവരും എടുത്ത് ചാടിയിരിക്കുന്നു. അവരും മരിച്ചു, ഒരു കുടുംബം മുഴുവൻ തീർന്നു. മഹാഭാവികളെ നിന്നെയൊക്കെ വളർത്തിയത് കൊണ്ട് എന്താണ് അവർക്കുണ്ടായ നേട്ടം? ജനിപ്പിച്ചതുകൊണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ, ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആ നന്തൻകോട്, തിരുവനന്തപുരം നന്തൻകോടുള്ള കേരളിന്റെ മനോഭാവത്തിലുള്ള ഒരുപാടെണ്ണം ഞങ്ങളുടെ ചുറ്റുമുണ്ട്. ഇവന്മാർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ കുറവ് തന്നെയാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിലുള്ള പ്രശ്നം തന്നെയാണ്. അത് അധ്യാപകർക്ക് നല്ല രീതിയിൽ അവരെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ പാവം കുട്ടികൾ കണ്ടു വളരുന്നത് മൊത്തം ഈ വഴക്ക്, വാശി, വക്കാണം, ഈ ബിഗ് ബോസ് പോലുള്ള പരിപാടികളാണ്. എല്ലാം വൃത്തികെട്ട പരിപാടികളാണ് ഈ ചാനൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളാണെങ്കിലും ശരി തന്നെ കുട്ടികളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ മാത്രം വിലപിക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ. അവർക്ക് വേറൊരു പേരുണ്ട്, ഞാൻ വിളിക്കുന്നില്ല. അച്ഛന്റെ അമ്മയുടെ അപ്പന്റെ അമ്മയുടെ ഒക്കെ മുഖം ചിലപ്പോൾ കണ്ടുപരിചയം മാത്രമേ നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ റിയാസിനെയും തൊപ്പിയെയും ചെകുത്താനെയൊക്കെ ആയിരിക്കും. വിദ്യാഭ്യാസ രീതി മാറണം. അതുപോലെ തന്നെ സ്വകാര്യ ചാനലുകളിൽ വരുന്ന ഈ പരിപാടി, വൃത്തികെട്ട പരിപാടികൾ, അത് ഒരു പരിധിവരെ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുട്ടികളെ നിയന്ത്രിക്കണം. നിയന്ത്രിക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിവ്, പക്ഷെ എന്നാലും പിള്ളേർ അതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നുകൂടാന്ന് വെച്ചാൽ അവിടെ അത് കട്ടാക്കണം. നിന്നെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡാഡിയും മമ്മിയും ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഡാഡിയും മമ്മിയും. ഈ ഡാഡിയും മമ്മിയും മക്കളോട് പറയുന്നത് എന്നെ എടാ പോടാ എടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അങ്ങനെയുള്ള കുറെ മാതാപിതാക്കളുണ്ട്, അവരാണ് പിള്ളേരെ തുലയ്ക്കുന്നത്. അതുപോലെ തന്നെ സാറുമാർ, സ്കൂൾ അധ്യാപകന്മാർ റീലാണ് കുട്ടികളെ ഇങ്ങനെ പിടിച്ചു മീനു, രഞ്ജിനി, ഹരിദാസ്, കണ്ണൻ, ശുക്രകണ്ണൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറെ അധ്യാപകരുണ്ട്. പിന്നെ ഡാൻസ് ആണ്, അറിയാത്ത കളിയാണ്, അറിയാത്ത പണിയാണ് ഇവളുമാർ ചെയ്യുന്നത്. ഒരു അധ്യാപകനാണ്, ഒരു അധ്യാപികയാണ്, ആ ചിന്തയൊന്നുമില്ല. പിന്നെ ഈ ചെറിയ നിക്കറും ഇട്ടുകൊണ്ട് ഇവിടെ കള്ള് ഷാപ്പിലും അവിടെ ഇവിടെയും പോയി മിഷ്ടാനം വെട്ടി വിഴുങ്ങി അത് കാണിക്കലാണ് പരിപാടി. അത് സ്വാതന്ത്ര്യമാണ്. അധ്യാപകനായതുകൊണ്ട്, അധ്യാപിക ആയതുകൊണ്ട് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന കൾച്ചറില്ലാത്ത, സംസ്കാരമില്ലാത്ത, പാരമ്പര്യമില്ലാത്ത കുറെ എണ്ണമാണ് നിങ്ങളുടെ ഗുരുക്കന്മാരായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളായിട്ടൊക്കെ ഉള്ളത്. പിള്ളേരെ കുറ്റം പറഞ്ഞില്ല, പിള്ളേരെ വിട്ടു. പിന്നെ ചില അധ്യാപകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചന്തിയും മുലയുമാണോ പ്രശ്നം ഇവിടെ ആൾക്കാർക്ക്? ഇതൊക്കെ തുറന്നു വെച്ചാൽ എന്താ, അല്ലെങ്കിൽ ഒരു വെട്ട് കണ്ട എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് സോഷ്യൽ മീഡിയ വെട്ട് കാണിക്കും, അവിടെ സാരി കൊടുത്തോണ്ട് പോകും. സ്കൂളിലും കോളേജിലും സാരി കൊടുത്തോണ്ട് പോകും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെട്ടും കാണിച്ച് തുറന്ന് കാണിച്ച് കാണിച്ചു കൊടുക്കും. ഇത് പിള്ളേരെ കാണുന്നുണ്ട്. ഇത് പിള്ളേരെ കാണുമ്പോൾ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഈ ഒരു പ്രായത്തിൽ പലതും തോന്നും. അത് അധ്യാപക, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അധ്യാപകയെന്നോ അച്ഛനും അമ്മയാണെന്നോ ചിന്തിക്കുന്ന മക്കളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് നീയൊക്കെ തന്നെയാണ്. ആർമിയിൽ എങ്ങനെ ഒരാൾ യോഗ്യത നേടുന്നോ അതുപോലെ തന്നെ ഒരു അധ്യാപകൻ, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ആ യോഗ്യത വേണം. അതിനർത്ഥം കായികമായിട്ടുള്ള അഭ്യാസം കാണിച്ച് അതിലൂടെ കഴിവ് തെളിയിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മെന്റലി അവർ ഓക്കെ ആയിരിക്കണം. അവർക്ക് ഒരു പക്വത ഉണ്ടായിരിക്കണം. അവർക്ക് നല്ലതും ചീത്തയും മനസ്സിലാകണം. നന്മയും തിന്മയും തിരിച്ചറിയണം. അവർ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ അല്ലാത്തവരെ പറഞ്ഞു വിടണം.